എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 5-6 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ 2026 ഒരുപാട് എക്സാംസ്, പ്രത്യേകിച്ച് 10th ലെവൽ എക്സാംസ് ഒരുപാട് നടക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് LDC, ദെൻ ബെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ദെൻ 10th ലെവൽ എക്സാംസ് വേറെ ഒരുപാടുണ്ട്. സോ പ്രിലിംസും ഉണ്ടല്ലേ, അതായത് പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെയാണ് തന്നെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് റെക്കോർഡഡ് കോഴ്സ് ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ടും ബെബ്കോ LDCയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ഈ ഒരു കോഴ്സ് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് 1499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാവുന്നതാണ്. ഇതിന്റെ ഒറിജിനൽ റേറ്റ് 2999 ആണ്. സോ 1499 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ദെൻ 200 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ദെൻ മോഡൽ എക്സാമുകൾ, അതുപോലെ തന്നെ റിവിഷൻ എക്സാമുകൾ, ദെൻ SCRT ക്ലാസ്സുകൾ, അതായത് ന്യൂ SCRT ക്ലാസ്സുകളും ഓൾഡ് SCRT ക്ലാസ്സുകളും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ദെൻ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കുള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് 1499 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത് വരെ ഈ ഒരു കോഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനായിട്ട്, ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബാക്കി ഡൗട്ടുകളൊക്കെ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം തന്നേക്കാം. അതിൽ എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റിലേക്ക് കടക്കാം. ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഓൾറെഡി തന്നെ നമുക്കറിയാം, മലയാറ്റൂർ പുരസ്കാരം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ്? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച മലയാറ്റൂർ അവാർഡൊക്കെ ഒരു കൃതിയെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പൊ ആ അവാർഡൊക്കെ ഇനി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോ ഒരു അവാർഡ്, പുതുതായിട്ടൊരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം, സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുരസ്കാരം നൽകി. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയ്ക്ക്. ആർക്കാണ്? അരുന്ധതി റോയ്ക്ക്. അരുന്ധതി റോയിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. 1997 ബുക്കർ പ്രൈസ് വിന്നറാണ് ആരെന്ന് പറയുന്നത്? അരുന്ധതി റോയ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി. 50,000 ആണ്, 50,000 രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ്. അതായത് മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമ ഏതാണ്? അപ്പോൾ നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തെ പറ്റി, ഡോക്യുമെന്ററിയെ പറ്റി, അതിന്റെ പേര് കസ്തൂരിമാൻ എന്നാണ്. സോ ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ കുറിച്ചാണ്? P. കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ്. പക്ഷേ P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ഇത് ആദ്യമായിട്ടല്ല മലയാളത്തിലൊരു ഡോക്യുമെന്ററിയോ സിനിമയോ വരുന്നത്. ഇതിനു മുൻപ് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയെ ആസ്പദമാക്കി വന്നൊരു സിനിമയാണ് ഇതെന്ന് പറയുന്നത് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ മലയാളത്തിൽ ഈ പറയുന്ന P. കുഞ്ഞിരാമൻ നായർക്ക് 3 ആത്മകഥകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പറഞ്ഞ കവിയുടെ കാൽപ്പാടുകളാണ്. ദെൻ അതുപോലെ തന്നെ നിത്യകന്യകയെ തേടി എന്ന് പറയുന്ന ഒരു ആത്മകഥ കൂടി അദ്ദേഹത്തിനുണ്ട്. ഇനി അതുപോലെ തന്നെ എന്നെ തിരയുന്ന ഞാൻ. സോ എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി, അതുപോലെ കവിയുടെ കാൽപ്പാടുകൾ, ഈ ആത്മകഥകൾ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P. കുഞ്ഞിരാമൻ നായരുടേതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡോക്യുമെന്ററി ആണ്. ഡോക്യുമെന്ററിയുടെ പേര് കസ്തൂരിമാൻ എന്നാണ്. ഡോക്യുമെന്ററിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നാലപ്പാടം പത്മനാഭനാണ്. ഇത് ആരുടെ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ജീവിതമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊക്കെ നോട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ്. അതായത് കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആര് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധേയമായൊരു കാര്യമാണ്, നമ്മുടെ കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ആന്റണി രാജു ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹം എന്ന് പറയുന്നത് ഏത് മണ്ഡലത്തെയാണ് റെപ്രസെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലമാണ് കേട്ടോ. തിരുവനന്തപുരം മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്ത MLA
MLA ആണ് ആരെന്ന് പറയുന്നത് ആന്റണി രാജു. അത് മാത്രമല്ല ഇദ്ദേഹം ഇതിനു മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഏകദേശം 2.5-3 വർഷത്തോളം ഇദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്, മന്ത്രിസഭാ പുനഃസംഘടന വരികയും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാവുകയും ചെയ്തത്. സോ മുൻ ഗതാഗത മന്ത്രിയായിരുന്നു ആന്റണി രാജു എന്ന് പറയുന്നത്. സോ അതുകൂടി ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2013 സുപ്രീം കോടതി നിയമപ്രകാരം ഒരു MLA അല്ലെങ്കിൽ ഒരു MP രണ്ടോ അതിലധികമോ വർഷക്കാലത്തേക്ക് ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയില്ല. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഒരു 6 വർഷത്തേക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതുകൂടി ഉണ്ട്. സോ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളും ഏത് മേഖലയിലാണ്, IT മേഖലയിലാണ്. അതായത് ഏകദേശം 33% സ്റ്റാർട്ടപ്പുകൾ ഏത് മേഖലയിലാണ്, IT മേഖലയാണ്. ദെൻ ഈ പറയുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെല്ലാം കൂടി ചേർത്ത് ഏകദേശം 20% ഉണ്ടാകും എന്നാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. സോ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ, എറണാകുളമാണ്. ദെൻ വീണ്ടും എറണാകുളം തന്നെ ആൻസർ ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ്, ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അതായത് 38ാമത് കേരള സയൻസ് കോൺഗ്രസ് അല്ലെ. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, എറണാകുളമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുതിയ ലോഗോയും അതുപോലെ തന്നെ ഭാഗ്യചിഹ്നവും പുറത്തിറക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോഗോ പുറത്തിറക്കി എന്ന് പറഞ്ഞു, ഭാഗ്യചിഹ്നം പുറത്തിറക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് സാക്യകിയാണ്. എന്താണ് സാക്യകിയാണ് ഭാഗ്യചിഹ്നം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഈ ലോഗോയെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ലോഗോയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു വെച്ചിരിക്കണം. നമ്മുടെ അശോക ചക്രം ഉണ്ട് കേട്ടോ, അശോക ചക്രം ഈ ഒരു ലോഗോയിലുണ്ട്. ദെൻ അതുപോലെ തന്നെ രൂപയുടെ സിംബല് ലോഗോയിലുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡേറ്റ ഫോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സന്ദേശവും എന്തുണ്ട്, ഈ ഒരു ലോഗോയിലുണ്ട്. അപ്പോൾ ഡേറ്റ ഫോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സന്ദേശം, ദെൻ അശോക ചക്രം, ദെൻ അതുപോലെ രൂപയുടെ സിംബല, ഇതെല്ലാം ചേർന്നതാണ് പുതിയ ലോഗോ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ സാക്യകി എന്ന് പറയുന്ന ഭാഗ്യചിഹ്നവും എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പിപ്രാവ തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടന്ന സ്ഥലം എവിടെയാണ്? എന്താണ് പിപ്രാവ തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടന്ന സ്ഥലം എവിടെയാണ്? ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നരേന്ദ്രമോദിയാണ് ഈ ഒരു പിപ്രാവ തിരുശേഷിപ്പുകളുടെ പ്രദർശനത്തിന്റെ ഇനാഗുറേഷൻ ചെയ്തതെന്നുള്ള കാര്യം ഓർക്കുക. ന്യൂഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പിപ്രാവ തിരുശേഷിപ്പുകളെ പറ്റി വളരെ കാര്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് 1898 ഉത്തർപ്രദേശിലെ കപില വസ്തുവിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു തിരുശേഷിപ്പുകൾ കണ്ടെത്തുകയാണ്. അതായത് ബുദ്ധന്റെ എന്ന് കരുതുന്ന അസ്ഥികൂടങ്ങൾ, രത്നങ്ങൾ, മോതിരങ്ങൾ തുടങ്ങിയ 80ഓളം ശേഷിപ്പുകൾ, തിരുശേഷിപ്പുകളാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് ഈ റീസെന്റ് ആയിട്ട് ഹോങ്കോങ്ങിൽ ലേലത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ഇന്ത്യ അത് നമ്മുടെ തിരികെ കൊണ്ടുവന്നു. എന്നിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ന്യൂഡൽഹിയിൽ ഇത് പ്രദർശനത്തിന് വെച്ചത് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് തമിഴ്നാട് അശ്വേഡ് പെൻഷൻ സ്കീം, തമിഴ്നാട് അശ്വേഡ് പെൻഷൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം തമിഴ്നാട് സർക്കാർ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായിട്ട് എന്ത് ചെയ്യും, പെൻഷൻ ലഭിക്കും. അപ്പോൾ തമിഴ്നാട് അശ്വേഡ് പെൻഷൻ സ്കീം പറയുന്നത് എന്താണ്, സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായിട്ട് പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് തമിഴ്നാട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്തോനേഷ്യ തന്നെയാണ്. അതായത് ഇവര് ഡച്ച് ഭരണത്തിൽ നിന്ന് മുക്തമായിരുന്നു എങ്കിലും ഈ കാലം അത്രയും അവർ ഫോളോ ചെയ്തത് ഏത് തന്നെയാണ്, ഈ പറയുന്ന ഡച്ച് നിയമം തന്നെയാണ്. അപ്പോൾ എന്താണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2026 ജനുവരിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിരിക്കുന്നു, അവരുടേതായൊരു നിയമം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ പിടികൂടുന്നതിനായിട്ട് 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കം. അപ്പോൾ നമ്മളെല്ലാം ഏറ്റവും ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഞെട്ടലോടുകൂടി കണ്ടൊരു കാര്യമാണ്, വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളോ മഡുറോയെ എന്ത് ചെയ്തു, അമേരിക്കൻ സൈന്യം കടത്തിക്കൊണ്ടുപോയി എന്നൊരു വാർത്ത അല്ലെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സൈനിക നീക്കത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. എന്താണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്? അപ്പൊ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പറയുന്ന സൈനിക നീക്കം നടത്തിയ രാജ്യം അമേരിക്കയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്, നിക്കോളസ് മഡുറോയെ പിടികൂടുന്നതിനായിട്ട് 2026 ജനുവരിയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ രഹസ്യ നീക്കമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഏത് പ്രസിഡന്റിനെയാണ് എന്ത് ചെയ്തത്, അമേരിക്ക കടത്തിക്കൊണ്ടുപോയത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോ 10th ലെവൽ എക്സാംസ് മാത്രമല്ല, ഡിഗ്രി ലെവൽ എക്സാംസും 2026 ഒരുപാട് നടക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCIയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ആൻഡ് ജൂനിയർ അസിസ്റ്റന്റ്. സോ ഇത്രയും എക്സാംസ് 2026 നടക്കാറുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേൺ തന്നെയാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സോ ഈ പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡഡ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, ദെൻ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 2499 രൂപയ്ക്ക്, അതായത് 4999 രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് 2499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ന്യൂ ഇയർ ഓഫർ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കും. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിൽ അവൈലബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ വാലിഡിറ്റി, ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ ഇത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എന്ത് കപ്പൽ എന്നാണ് പറഞ്ഞത്? ആദ്യമായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ, പേര് ICGS സമുദ്രപ്രതാപ്. ഇതാണ് ICGS സമുദ്രപ്രതാപ് എന്നാണ്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, IPL-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമുക്കറിയാം 2026 എഡിഷൻ IPL നടക്കാനിരിക്കുകയാണ്. സോ അതിനു മുൻപ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രാഷ്ട്രീയപരമായ അസ്വാരസ്യങ്ങളെ തുടർന്ന്, അപ്പോൾ നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെ തുടർന്ന് BCCIയുടെ നിർദ്ദേശപ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ബംഗ്ലാദേശ് താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രാഷ്ട്രീയപരമായ അസ്വാരസ്യങ്ങളെ തുടർന്ന് BCCIയുടെ നിർദ്ദേശപ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ബംഗ്ലാദേശ് താരം ആര് എന്നുള്ളതാണ് മുസ്താഫിസുർ റഹ്മാനാണ്. കാരണം ഈ റീസെന്റ് ആയിട്ട് ഒരു മിനി ഓപ്ഷൻ, അതായത് മിനി ലേലം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മിനി ലേലത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, 9 കോടിക്ക് അടുത്ത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആരെ, മുസ്താഫിസുർ റഹ്മാനെ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സാഹചര്യം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, കാരണം അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുസ്താഫിസുർ റഹ്മാനെ കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പലയിടങ്ങളിലും പ്രതിഷേധം ഉയരുകയും അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്, ഒഴിവാക്കാനായിട്ട് നൈറ്റ് റൈഡേഴ്സിനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എഗെയിൻ വൈഭവ് സൂര്യവംശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം IPL ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL ലേലത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഇങ്ങനെ അതുപോലെ തന്നെ വിജയ് ഹസാരെ ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. യൂത്ത് ഏകദിനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി. ഇതാണ് യൂത്ത് ഏകദിനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്, വൈഭവ് സൂര്യവംശിയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആര് എന്നുള്ളതാണ്. അപ്പോൾ അത് ഷോർട്ട് മാർജിൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പേര് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല, ഒരു മൃഗമാണ്. അതായത് ഒരു ആനയാണ്. കെനിയയിലെ അംബോസെല്ലി നാഷണൽ പാർക്കിലെ സൂപ്പർ ടസ്കർ വിഭാഗത്തിൽപ്പെട്ട ക്രൈഗ് എന്ന് പറയുന്ന ഒരു കൊമ്പൻ ചരിഞ്ഞു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ആനയാണെന്ന് പറയുന്നത് ക്രൈഗ് എന്ന് പറയുന്ന ആന. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണെന്ന് പറയുന്നത് ക്രൈഗ്. സോ ആ ആന ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു നാഷണൽ പാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അംബോസെല്ലി. സോ അംബോസെല്ലി എന്ന് പറയുന്ന നാഷണൽ
പാർക്ക് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കെനിയയിലാണ്. അപ്പോൾ ആ നാഷണൽ പാർക്കിലാണ് ഈ പറയുന്ന ക്രൈഗ് എന്ന് പറയുന്ന ആനയുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. കാരണം അവിടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആനകൾക്ക്, അതായത് ഈ സൂപ്പർ ടസ്കർ വിഭാഗത്തിൽപ്പെട്ട ആനകൾ, അവരുടെ കൊമ്പുകൾക്ക് വലിയ ഡിമാൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ക്രൂരമായിട്ട് ഇവയൊക്കെ വേട്ടയാടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളൊക്കെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മസായി മാര എന്ന് പറയുന്ന ഗോത്ര വിഭാഗമാണ് ഈ പറയുന്ന ക്രൈഗിനെ സംരക്ഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. സോ അതൊക്കെ വാർത്തകളിലൊക്കെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ 2021 ഈ പറയുന്ന ക്രൈഗിനെ കെനിയൻ ലാഗറിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സിലബസ് അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelgala.com ഈ ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരെന്നാണ്? അരുന്ധതി റോയ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി ഏതാണെന്ന് പറഞ്ഞു. അത് കസ്തൂരിമാനാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതിനുശേഷം കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആരാണ്? ആന്റണി രാജു ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരുന്നത്. അതിനുശേഷം പറഞ്ഞത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? എറണാകുളമാണ്. അതിൽ 33%, അതായത് നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ 33% IT സെക്ടറിലാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അതുപോലെ 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുതിയ ലോഗോയും ഭാഗ്യചിഹ്നവും പുറത്തിറക്കിയ കാര്യം പറഞ്ഞു. പുതിയ ലോഗോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അശോക ചക്രവും അതുപോലെ തന്നെ രൂപയുടെ ചിഹ്നവും അതുപോലെ തന്നെ ഡേറ്റ ഫോർ ഡെവലപ്മെന്റ് എന്നുള്ള വാക്യവും ഒക്കെയാണ്. ഭാഗ്യചിഹ്നം സാക്യകി ആണെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ പോയിന്റ് പിപ്രാവ തിരുശേഷിപ്പുകളുടെ പ്രദർശനം എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. അതിനുശേഷം പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി അല്ലെങ്കിൽ പകുതിക്ക് തുല്യമായിട്ട്, അതായത് 50% തുല്യമായിട്ട് പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ചത് തമിഴ്നാടാണ്. തമിഴ്നാട് അശ്വയുടെ പെൻഷൻ സ്കീം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം പറഞ്ഞു ഇന്തോനേഷ്യ ആണ്. അതിനുശേഷം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് പറഞ്ഞു. ICGS സമുദ്രപ്രതാപ് എന്നാണ് അതിന്റെ പേര്. അതിനുശേഷം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ അമേരിക്ക പിടികൂടിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ സൈനിക നീക്കം നടത്തി. അതിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അതിനുശേഷം പറഞ്ഞു യൂത്ത് ഏകദിനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ വൈഭവ് സൂര്യവംശിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകൻ ഷോർട്ട് മർജിൻ ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് റീസെന്റ് ആയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും, അതായത് IPL ടീമായ കൊൽക്കത്തയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ബംഗ്ലാദേശ് താരം ആര് എന്നുള്ളതാണ്. ഇത് മുസ്താഫിസ് റഹ്മാനാണ്. നിലവിൽ ഈ ഒരു പ്രീമിയർ ലീഗിൽ IPL-ൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ബംഗ്ലാദേശ് താരവും, അതായത് ഈ ഒരു എഡിഷനിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാദേശ് താരം മുസ്താഫിസ് റഹ്മാനാണ്. സോ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുകയാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു വിയോഗമായിരുന്നു. അതായത് ക്രൈഗ് എന്ന് പറയുന്ന ഒരു കൊമ്പൻ, അതായത് കെനിയയിലെ അംബോസലി നാഷണൽ പാർക്കിലെ സൂപ്പർ ടസ്കർ വിഭാഗത്തിൽപ്പെട്ട ക്രൈഗ് എന്ന് പറയുന്ന കൊമ്പൻ എന്ത് ചെയ്തു? ചരിഞ്ഞ കാര്യം പറഞ്ഞു. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്നാണ്? അപ്പോൾ എറണാകുളം, കൊല്ലം, തൃശൂർ, പാലക്കാട്. ഇനി രണ്ടാമത്തെ ചോദ്യം പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി എവിടെയെന്നാണ്? അപ്പോൾ കൊച്ചി, ചാലിശ്ശേരി, കൊല്ലം, അഞ്ചരക്കണ്ടി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ചൈനയെ മറികടന്നു ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ ഇന്ത്യയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത് രാജ്യം ഏത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്, ബൾഗേറിയ ആണ്. ഈ 2026 ജനുവരി 1 മുതലാണ് ബൾഗേറിയയിൽ എന്ത് ചെയ്തത്? യൂറോ പ്രാബല്യത്തിൽ വന്നത്. ഇതോടുകൂടി യൂറോ പ്രാബല്യത്തിൽ വരുന്ന 21ാമത്തെ രാജ്യമായിട്ട് മാറാനും ബൾഗേറിയയ്ക്ക് സാധിച്ചു. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക.